സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അപ്പോൾ ഇന്നലെ പാലത്തായി പീഡന കേസിലെ പ്രതി കെ പത്മരാജന് കുറ്റക്കാരനാണെന്നാണ് ഇന്നലെ കോടതി പറഞ്ഞത്. വിധി ഇന്ന് പ്രസ്താവിക്കുമെന്ന് പറഞ്ഞു. എന്തായാലും അവസാന വിധി പ്രസ്താവന വന്നിരിക്കുകയാണ്. പ്രതിക്ക് മരണം വരെ ജീവപര്യന്തം തടവ്, അതായത് ഏകദേശം 40 വർഷം വരെ തടവിനാണ് സാധ്യത. അപ്പോൾ സാധാരണ ജീവപര്യന്തം എന്ന് പറഞ്ഞാൽ 12 വർഷമാണ്. പക്ഷെ ഇത് മരണം വരെയാണ് ജീവപര്യന്തം. അപ്പൊ ജീവപര്യന്തം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്നെ മരണം വരെ എന്നാണ്, ജീവിത അവസാനം വരെ എന്നുള്ളതാണ്. പക്ഷെ അത് സാധാരണ ഇവിടെ 14 വർഷം 12 വർഷം ആകുമ്പോഴത്തേക്ക് അവസാനിക്കുകയാണ്. പക്ഷെ ഇത് പ്രത്യേകമായ പോക്സോ കേസും പിന്നെ ലൈംഗിക പീഡന കേസുമായതുകൊണ്ടാണ് 10 വയസ്സുള്ള ഒരു കുട്ടിയെ 2020 ജാനുവരി ഫെബ്രുവരി മാസങ്ങളിലായിട്ട് 10 തവണയോളം പീഡിപ്പിച്ചു എന്നാണ്. അപ്പൊ ഈ പ്രതിയായിട്ടുള്ള പത്മരാജൻ പല പെൺകുട്ടികളെ ഇതുപോലെ നേരത്തെ പീഡിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് യമന്റെ ഒരു പ്രത്യേകമായ ഒരു അധ്യാപന ശൈലിയാണ് പെൺകുട്ടികളെ പീഡിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ ആരും അധ്യാപകനല്ലേ, ചെറിയ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ആരും കുട്ടികളായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും മുട്ടായി ഇതാക്കെ വാങ്ങിച്ചു കൊടുത്ത് ചിലപ്പോൾ പറയേയില്ല. പക്ഷെ ഈ കുട്ടിക്ക് പിതാവില്ലാത്ത കുട്ടിയാണ്. ഈ കുട്ടിയെ പ്രസവിച്ച ഉടനെ തന്നെ പിതാവ് എന്തോ രോഗമല്ല എന്തായാലും ശരി മരണപ്പെട്ടു പോയി. അപ്പൊ അതിനെപ്പറ്റി കൂടുതലൊന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. പിതാവില്ലാത്ത കുട്ടിയാണ്. ആ കുട്ടി ആ ക്ലാസ്സിൽ ഏറ്റവും നല്ല പഠിക്കുന്ന കുട്ടിയാണ്. NSSന്റെ സ്കോളർഷിപ്പ് ഒക്കെ ഉള്ള കുട്ടിയായിരുന്നു. അപ്പോൾ ആ കുട്ടിയെ ടോയ്ലറ്റിൽ കൊണ്ടുപോയും അല്ലാതെ ക്ലാസ് ഇല്ലാത്തതിനൊന്ന് സ്കൂളിൽ വരുത്തിയും ഒക്കെ പീഡിപ്പിച്ചു. എന്തായാലും ശരി, അവസാനം അത് കണ്ടുപിടിക്കപ്പെട്ടു. കുട്ടി പരാതി പറഞ്ഞു, വീട്ടിൽ പരാതി പറഞ്ഞു. ഇതിന്റെ കൂടെ ഇറങ്ങിത്തിരിച്ച ഒരുപാട് പേര് അവരുടെ സമയവും അവരുടെ ലാഭവും അതും ഇതും നോക്കാതെ ഉള്ള അതിനുവേണ്ടിയുള്ള പ്രയത്നവും കൊണ്ട് പ്രതിക്ക് അത് അർഹിക്കുന്ന ശിക്ഷ തന്നെ കോടതി കൊടുത്തിരിക്കുകയാണ്. ഈ കേസ് തേച്ചുമാച്ച് കളയാനും വെറുതെ ഉണ്ടാക്കിയ കേസാണ്. അധ്യാപന മനഃപൂർവ്വമായിട്ട് BJP RSSകാരനായതുകൊണ്ട് മനഃപൂർവ്വമായിട്ട് ഒരു മുസ്ലിം പെൺകുട്ടിയെ കൊണ്ട് ഇങ്ങനെ ചെയ്യിച്ചത് SDPI ലീഗുകാർ ചെയ്യിച്ചതാണെന്നുള്ള ഒരു കിംവദന്തി അവിടെ നാട്ടിൽ പരത്തി 2 വിഭാഗം ജനങ്ങളെ ആക്കി. അതായത് BJP RSSകാരെല്ലാം പ്രതി പത്മരാജന്റെ ബേക്കിലും മുസ്ലിം പെൺകുട്ടി, അതായത് അനാഥ പെൺകുട്ടിക്ക് വേണ്ടി സത്യസന്ധരായ മതേതരവാദികളായ വിശ്വാസികളും മുസ്ലിം സമൂഹവും ഒന്നിച്ചു നിന്നു. ഇതിനു വേണ്ടി ഒരുപാട് മനുഷ്യ പ്രയത്നം അവർ മുടക്കി. പലരും മുഖ്യമന്ത്രിക്കായിരുന്നാലും ബാക്കിയുള്ളവർക്കായിരുന്നാലും ഗവർണർക്കായിരുന്നാലും ലെറ്ററുകൾ എഴുതിയും, ഏതായാലും ശരി പോലീസ് മേധാവികൾ പോലും SP പോലും ആ സമയത്ത് അവിടുത്തെ MLA പോലും, MLA ഇപ്പൊ മാറ്റി പറയുന്നുണ്ട്. എന്തായാലും ശരി, സംഗതി ഇപ്പോ അവൻ അർഹിക്കുന്ന ശിക്ഷ കിട്ടി. അവനിപ്പോ പറഞ്ഞിരിക്കുന്നത് എനിക്ക് കുടുംബമുണ്ട്, എന്റെ ശിക്ഷയിൽ എന്തെങ്കിലും ഇളവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആദ്യം എന്താണ് പറഞ്ഞത്? ഇത് മനഃപൂർവ്വം ഉണ്ടാക്കിയ കേസാണെന്ന് പറഞ്ഞു. കുട്ടിയുടെ ജനനേന്ദ്രിയത്തിൽ ഉണ്ടായിരുന്ന മുറിവുകളും ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ ഉണ്ടായിരുന്ന മുറിവുകളും ഒക്കെ അത് ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന കേസിൽ. അപ്പോൾ ആദ്യം കേസ് തേച്ചുമാച്ച് കളയാനാണ് എല്ലാവരും ശ്രമിച്ചത്. പോലീസിന്റെ ഭാഗത്തു നിന്നാലും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് പോലും പല പ്രശ്നങ്ങളും ഇടപെടലുകളും ഉണ്ടായിട്ടും അതിന്റെ ബാക്കിൽ ഇങ്ങനെ ഒരു സമൂഹം ഒറ്റക്കെട്ടായി നിന്ന്, അതായത് മതേതര വിശ്വാസികളാണ്, മുസ്ലിം സമൂഹം മാത്രമല്ല മതേതര വിശ്വാസികൾ. കാരണം നമ്മുടെ മക്കളെ സ്കൂളിലും കോളേജിലും ഒക്കെ പറഞ്ഞു വിടുമ്പോൾ എന്ത് വിശ്വാസത്തിന്റെ പേര്, എന്ത് ഉറപ്പിന്റെ പേരിലാണ്, എന്ത് ബലത്തിലാണ് നമ്മളവരുടെയൊക്കെ മക്കളെ നമ്മൾ സ്കൂളിലും കോളേജിലും പറഞ്ഞു വിടുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള അധ്യാപകർ എന്ന് പറയുന്നത് സമൂഹത്തിൽ ഇനി ഉണ്ടാകാൻ പാടില്ല. ഇനി ഇങ്ങനെയുള്ള അധ്യാപകർ ഉണ്ടായാൽ ഇവൻ ഇതുപോലുള്ള ശിക്ഷ കിട്ടും എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രവൃത്തികളിൽ നിന്ന് അവർ വിട്ടുനിൽക്കും. ഇല്ലെങ്കിൽ ഇത് തന്നെ ഒരു അവസരമെന്നും പറഞ്ഞ് അവർ പല പെൺകുട്ടികളെ പീഡിപ്പിക്കും. അവരുടെ ജീവിതം തന്നെ നരകതുല്യമായി പോവും. അത് മനസ്സിലാക്കി എന്തായാലും ശരി കോടതി ചെയ്തത് ഈ സ്തുത്യർഹമായ സേവനമാണ്. അത് ഈ ജഡ്ജിക്ക്, അതായത് എന്ത് അദ്ദേഹത്തിന് അവാർഡ് കൊടുത്താലും അത് മതിയാവുകയില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും അർഹിക്കുന്ന ശിക്ഷ കിട്ടിയതിന് അവൻ അത് അനുഭവിക്കണം, അനുഭവിച്ചേ തീരാവൂ. യാതൊരു കാരണവശാലും ഒരു ഇളവും ഇതിന് ചെയ്തു കൊടുക്കാൻ പാടില്ല. നിങ്ങൾ ജാതിയും മതവും രാഷ്ട്രീയവും അതും ഇതും ജാതീയതയും ഒന്നും ഇതിൽ കുത്തി നിറയ്ക്കരുത്. ആവശ്യമില്ലാത്ത പരിപാടികളാണ്. കാരണം ഇതിൽ ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യാനി എന്നോ പാടില്ല. പല ഈ ക്രിസംഖികളും സംഘപരിവാറുകാരും നിങ്ങൾക്കുമൊക്കെ മക്കളില്ലേ?
നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് മക്കളെ സ്കൂളിലും കോളേജിലും വിടുന്നത്? കൊച്ചുകുട്ടികളെ നിങ്ങൾ വിടുന്നില്ലേ? ഓട്ടോറിക്ഷയിൽ വിടുന്നവരുണ്ട്, പിന്നെ കാറിൽ വിടുന്നവരുണ്ട്, അല്ലാതെ ചെറിയ മിനി ബസ്സുകളിലും മറ്റേ ഓട്ടോയിലും ഒക്കെ വിടുന്നവരുണ്ട്. അപ്പൊ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ മക്കൾ എന്ത് ചെയ്യാനൊക്കും? അപ്പോ അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ശ്രദ്ധയുള്ളവരായിരിക്കണം മക്കളുടെ കാര്യങ്ങൾ, പെൺകുട്ടികളുടെ കാര്യങ്ങൾ പ്രത്യേകിച്ച്. ആൺകുട്ടികളെയും ശ്രദ്ധിക്കണം. ഇപ്പൊ അങ്ങനത്തെ ആൾക്കാരും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അവരുടെ ശരീരഭാഗങ്ങളൊക്കെ നമ്മൾ മക്കളെ കുളിപ്പിക്കുമ്പോഴത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ തന്നെ കുളിപ്പിച്ചു കൊടുക്കണം മക്കളെ എല്ലാം. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒരു ദിവസം നമ്മൾ ശ്രദ്ധിക്കണം, അവരെ കുളിപ്പിച്ചു കൊടുക്കണം. അപ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ ഒക്കുള്ളൂ. മാതാപിതാക്കൾ എപ്പോഴും മക്കളുടെ കാര്യങ്ങൾ ശ്രദ്ധയുള്ളവരായിരിക്കണം. നമ്മുടെ മക്കളാണ്, അന്യന്റെ മക്കളായിരുന്നാലും ശരി നമ്മളെ മക്കളെ പോലെ തന്നെയാണ്. നമ്മളെ മക്കളും അവരൊക്കെ ഒന്നിച്ച് പഠിക്കുന്നതല്ലേ. അതിന് ജാതിയും മതവും നിങ്ങൾ കുത്തിത്തിറങ്ങി. ഇപ്പൊ കേരളത്തിലുള്ള പ്രശ്നം എന്ന് പറയുന്നത് ലോകത്ത് എവിടെയില്ലാത്ത സംഭവമാണ്. എല്ലാത്തിനും ജാതീയമായ ചിന്തയാണ് വരുന്നത്. അവൻ മുസ്ലിമാണോ? ശരി. അവൻ ക്രിസ്ത്യാനിയാണോ? അവൻ ഹിന്ദുവാണോ? അങ്ങനെ നിങ്ങൾ നോക്കരുത്. അങ്ങനെ ഒരു ജാതി വേർതിരിവ് നിങ്ങൾ ഉണ്ടാക്കരുത്. ഏത് മതവിശ്വാസി ആയിക്കൊണ്ട് പോട്ടെ, അവരെല്ലാം മനുഷ്യരല്ലേ. നമ്മളൊക്കെ ഒരു ഒരു പിതാവിന്റെയും ഒരു മാതാവിന്റെയും പിൻഗാമികളല്ലേ നമ്മൾ. അവരിൽ നിന്ന് ഉണ്ടായതല്ലേ നമ്മളല്ല. അല്ല മൃഗങ്ങൾ കുറുവിയൊന്നും ഉണ്ടായതൊന്നുമല്ല. അതൊക്കെ വെറുതെ ഇല്ലാത്ത പൊട്ടത്തരം പറയുന്ന വിഡ്ഢികൾ പറയുന്നതാണ്. നമ്മളെല്ലാം സഹോദരങ്ങളാണ്, സഹോദരങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ ഏകോദര സഹോദരങ്ങളെ പോലെ. ഇങ്ങനെയുള്ള പ്രശ്നം ഉണ്ടാകുമ്പോൾ എല്ലാവരും ഒന്നിച്ചു നിൽക്കണം. ഏത് ജാതിക്കാരനായിരുന്നാലും ശരി. അതിൽ ജാതിയും മതവും രാഷ്ട്രീയവും യാതൊരു കാരണവശാലും അതിന് സ്വാധീനം ചെലുത്താൻ പാടില്ല. നമ്മൾ ഒറ്റക്കെട്ടായി നിന്ന് ഇങ്ങനെയുള്ള ക്രിമിനൽസിന്, ഇങ്ങനെയുള്ള പിന്നെ പിന്നെ എന്താണ് യവന്മാരെ പറ്റി പറയാനുള്ളത്? വിഷജന്തുക്കളാ. നമ്മൾ ഒറ്റപ്പെടുത്തണമെന്നും അതിന് അർഹമായ ശിക്ഷ തന്നെ അവനെയൊക്കെ വാങ്ങിച്ചു കൊടുത്ത് നാട്ടിലും നാട്ടുകാർക്കും ഈ ലോകത്തിന് തന്നെ മാതൃകായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം. അങ്ങനെ ഒരു ശിക്ഷ കിട്ടിയതിൽ ഞാൻ എല്ലാവരെയും അഭിനന്ദിക്കുകയാണ്. ഇതിനുവേണ്ടി പരിശ്രമിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ഭാരത്.